ഇന്ന് പ്രീ സ്കൂൾ കുട്ടികൾക്ക് നൽകാവുന്ന ശാസ്ത്ര കൗതുകങ്ങളുമായാണ് വന്നിട്ടുള്ളത്. ശാസ്ത്ര അനുഭവങ്ങൾ കുട്ടികളുടെ ബുദ്ധിശക്തിയെ വളരെയധികം സ്വാധീനിക്കുന്നു. അനുഭവങ്ങളിലൂടെ ആശയങ്ങളിലേക്ക് എന്ന പഠന രീതിയാണ് അംഗൻവാടികളിൽ ഉള്ളത്. ഇവിടെ ഒന്നിലധികം ശാസ്ത്ര കൗതുകങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഒരു ദിവസം ചെയ്യാനുള്ളതല്ല, പല ദിവസങ്ങളിലായി ഓരോ പ്രവർത്തനങ്ങളായി കുഞ്ഞുങ്ങൾക്ക് നൽകണം. ആദ്യമായി ഭാരമുള്ള വസ്തുക്കൾ വെള്ളത്തിൽ താഴ്ന്നു പോകുമെന്നും ഭാരം കുറഞ്ഞ വസ്തുക്കൾ വെള്ളത്തിന് മുകളിൽ പൊന്തിക്കിടക്കുമെന്നുള്ള ശാസ്ത്ര കൗതുകമാണ് കുഞ്ഞുങ്ങൾക്ക് നൽകാൻ പോകുന്നത്. അതിനായി ഞാൻ ശേഖരിച്ചിരിക്കുന്ന വസ്തുക്കൾ നമുക്ക് കാണാം. ബോള്, കല്ല്, ഇഷ്ടിക, സ്പോഞ്ച്, പെൻസിൽ, ഗോലി, ഇലകൾ ഇവയൊക്കെയാണ്. നമുക്ക് നോക്കാം ഏതൊക്കെ വസ്തുക്കളാണ് ഭാരമുള്ളവയെന്നും ഏതൊക്കെ വസ്തുക്കളാണ് ഭാരമില്ലാത്തവയെന്നും കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു എളുപ്പമാർഗവും കൂടിയാണ് ഇത്. വളരെ കുറച്ച് വസ്തുക്കൾ മാത്രമേ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് മുമ്പിലേക്ക് ഇത് ചെയ്യുമ്പോൾ പരമാവധി വസ്തുക്കൾ, കുഞ്ഞുങ്ങൾക്ക് സുപരിചിതമായ പരമാവധി കനമുള്ളതും കനമില്ലാത്തതുമായ വസ്തുക്കൾ കൊണ്ടുവന്ന് ഈ പ്രവർത്തനം ചെയ്യുവാൻ വളരെയേറെ ശ്രദ്ധിക്കണം. എത്രത്തോളം അനുഭവം നമുക്ക് കൊടുക്കാവോ അത്രത്തോളം നല്ലതായിരിക്കും. ആദ്യമായി നമുക്ക് ഈ ഇഷ്ടിക കഷ്ണം വെള്ളത്തിലിട്ട് നോക്കാം. ഇഷ്ടിക കഷ്ണം വെള്ളത്തിൽ താഴ്ന്നു പോയി അല്ലേ? അപ്പോൾ ഇഷ്ടിക കഷ്ണം ഭാരമുള്ള വസ്തുവാണ്. ഇനി നമുക്ക് ഈ ബോള് വെള്ളത്തിലിട്ട് നോക്കാം. ബോള് വെള്ളത്തിന് മുകളിൽ പൊന്തിക്കിടക്കുകയാണ് അല്ലേ? അപ്പോൾ ബോള് ഭാരം കുറഞ്ഞ വസ്തുവാണ്. അടുത്തത് കല്ല് ഇട്ട് നോക്കാം. അത് വെള്ളത്തിനടിയിലേക്ക് പോയി. അപ്പോൾ കല്ല് ഭാരമുള്ള വസ്തുവാണ്. ഇനി ഇലയിട്ടു. ഇല വെള്ളത്തിന് മുകളിൽ പൊന്തിക്കിടക്കുകയാണ്. അപ്പോൾ ഇലയോ ഭാരം കുറഞ്ഞ വസ്തുവാണ്. അടുത്തത് പെൻസിലാണ്. പെൻസില് ഭാരമുള്ള വസ്തുവാണ്. താഴേക്ക് പോയി, വെള്ളത്തിന് അടിയിലേക്ക് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഗോലി ഇട്ട് നോക്കാം. അതും വെള്ളത്തിനടിയിലേക്ക് പോയി, ഭാരമുള്ള വസ്തുവാണ് അല്ലേ? ഇനി ചെറിയൊരു ബോൾ ഇട്ട് നോക്കാം. അതും ഭാരം കുറഞ്ഞ വസ്തുവാണ്, വെള്ളത്തിന് മുകളിൽ പൊന്തിക്കിടക്കുന്നു. ഇനി നനയാത്തൊരു സ്പോഞ്ച് ഇട്ട് നോക്കി. അതും വെള്ളത്തിന് മുകളിൽ കിടക്കുവാണ്, വെള്ളത്തിന് മുകളിലാണ് പൊന്തി നിൽക്കുന്നത് അല്ലേ? അപ്പം സ്പോഞ്ചും ഭാരം കുറഞ്ഞ വസ്തുവാണ്. ഇനി നമുക്ക് വെള്ളത്തിലിട്ട് കുതിർത്തിയ ഒരു കഷ്ണം സ്പോഞ്ച് ഇട്ട് നോക്കാം. വെള്ളം കുടിച്ച അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് കുതിർത്ത സ്പോഞ്ച് വെള്ളത്തിലിടുമ്പോൾ അത് വെള്ളത്തിനടിയിലേക്ക് പോകുന്നു. അപ്പം വെള്ളം കുടിച്ചു കഴിയുമ്പോൾ ആ സ്പോഞ്ച് അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് കുതിർന്നു കഴിയുമ്പോൾ ആ സ്പോഞ്ച് ഭാരമുള്ള വസ്തുവായി മാറുന്നു അല്ലേ? ഇതുപോലെ വ്യത്യസ്തമായ വസ്തുക്കൾ ഉപയോഗിച്ച് ഈ പരീക്ഷണം ആവർത്തിക്കുക. കൂടുതലായി കുട്ടികൾക്ക് കൂടുതൽ വസ്തുക്കൾ ഉപയോഗിച്ച് ഇത് മനസ്സിലാക്കി കൊടുക്കുക. ഇനി നമുക്ക് തുണി നനയ്ക്കുമ്പോഴും ഉണങ്ങിയിരിക്കുമ്പോഴുമുള്ള വ്യത്യാസം കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കാം. നല്ല ചെറിയ വെയിലൊക്കെ ഉള്ള സമയമാണെങ്കിൽ തുണി നനച്ച് ഉണങ്ങുന്നത് സ്വന്തമായി നനയ്ക്കാനും അത് ഉണക്കാനുമുള്ള അവസരം കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത് വളരെ നല്ലതാണ്. ഈ ഒരു പ്രവർത്തനം കുഞ്ഞുങ്ങൾക്ക് ചെറിയ ടവലുകൾ കൊടുത്ത് ഓരോരുത്തർക്കായി ചെയ്യുവാനുള്ള അവസരം കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ തുണിയുടെ പകുതി ഭാഗം നനച്ചിരിക്കുകയാണ്. രണ്ടും രണ്ട് കളറായിട്ടുണ്ട് അല്ലേ? ഈ വ്യത്യാസം ഇങ്ങനെ പല നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളും കുഞ്ഞുങ്ങൾക്ക്
കാണിച്ചു കൊടുക്കുക. അതിലൂടെ അവർക്ക് ഒരുപാട് ചിന്തകളും ഒരുപാട് ചോദ്യങ്ങളും ഉണ്ടാകും. അതിനൊക്കെ നമ്മൾ അവരുടെ സംശയങ്ങളെല്ലാം വളരെ ക്ലിയറായിട്ട് തന്നെ പരിഹരിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഒരു വെള്ള പേപ്പർ എടുക്കാം. ഈ പേപ്പറിൻ്റെ പകുതി ഭാഗം വെള്ളത്തിൽ നനയ്ക്കുന്നു. നനഞ്ഞ ഭാഗവും പേപ്പറിൻ്റെ ഉണങ്ങിയ ഭാഗവും തമ്മിലുള്ള വ്യത്യാസം കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക. അതിനുശേഷം നനഞ്ഞ ഭാഗം ചെറുതായിട്ടൊന്ന് പിടിച്ചമർത്തുമ്പോൾ തന്നെ ആ ഭാഗം കീറി വരും. അപ്പം അതും കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക. ഇനി ഇലകൾ, നനയുന്ന ഇലകളും നനയാത്ത ഇലകളും ഉണ്ട്. ഈ ഒരു ശാസ്ത്ര കൗതുകം കുട്ടികൾക്ക് കാണിക്കുന്നതിനായി കുറച്ച് ഇലകൾ ശേഖരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇലയിൽ നമ്മൾ വെള്ളത്തിൽ മുക്കി മുകളിലേക്ക് എടുത്ത് കുടയുമ്പോൾ മഴ പെയ്യുന്നത് പോലെ വെള്ളത്തുള്ളികൾ താഴേക്ക് വീണ് വെള്ളത്തിൽ കുമിളകൾ ഉണ്ടാകുന്നുണ്ടല്ലേ. മഴ പെയ്യുമ്പോൾ വെള്ളക്കുമിളകൾ ഉണ്ടാകുന്നത് കുഞ്ഞുങ്ങൾക്ക് നിരീക്ഷിക്കാനുള്ള അവസരം നമ്മൾ കൊടുക്കണം. അപ്പോൾ ഈ വെള്ളക്കുമിളകൾ നമുക്ക് സോപ്പ് കലക്കി സോപ്പ് പതയുടെ കുമിളകൾ ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കാം. അതും ഇതേപോലുള്ള ശാസ്ത്ര കൗതുകത്തിൽപ്പെട്ട ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ അടുത്ത ഇല ഞാൻ എടുത്തു, അതും നനയുന്നുണ്ട്. വീണ്ടും ഒരു ഇല എടുത്തു, അതും നനയുന്നുണ്ട്. എന്നാൽ ഇനി ഞാനൊരു ഇല എടുക്കുന്നുണ്ട്, അത് ഞാൻ നനച്ചു അല്ലേ. പക്ഷേ ആ ഇല നനയുന്നുണ്ടോ? ഇല്ല. ഈ ഇല ഏതാണ്? ചേമ്പിലയാണല്ലേ. അപ്പോൾ ചേമ്പില വെള്ളത്തിലിട്ടാൽ നനയാത്ത ഇലയാണ്. ഇനി വളരെ കുട്ടികൾക്ക് കൗതുകമായ ഒരു കാര്യമാണ്, ചേമ്പിലയിൽ വെള്ളം എടുത്ത് അത് ഇങ്ങനെ ഇളക്കിയാൽ ഈ വെള്ളം ഓടുന്നതാണെന്ന് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. അവർക്കൊരു രസമായിരിക്കും അത്. വെള്ളം ഇലയിലിട്ട് ഇങ്ങനെ ഓടിക്കാം. പക്ഷേ ഇല നനയുമോ? ചേമ്പില നനയില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ചേമ്പില നനയാത്തത്? ഒരു ഇലയിലും ഇല്ലാത്തതുപോലെ ഒരു ചെറിയ മെഴുക് ആവരണം ഈ ചേമ്പിലയ്ക്കുണ്ട്. അതിനൊരു പ്രത്യേക പേരൊക്കെയാണ് പറയുക. അതൊക്കെ കുഞ്ഞുങ്ങൾക്ക് ക്യൂട്ടിക്കൽ എന്നാണ്. അപ്പോൾ അത് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നില്ല, നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. കുറച്ച് കഴിയും പറ്റുന്നവർക്ക് അത് മനസ്സിലാക്കുന്ന തരത്തിലുള്ള കുറച്ച് ഒരു 5 വയസ്സിന് മുകളിലേക്കുള്ള കുഞ്ഞുങ്ങൾ നമ്മുടെ ക്ലാസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പറഞ്ഞു കൊടുക്കാം. ഒരു പുതിയ അറിവായിരിക്കും അവർക്കതൊക്കെ. അപ്പം നനയാത്ത ഇലയാണ് ചേമ്പില. ഇനി നമുക്ക് 5 ഗ്ലാസ് ഉണ്ട്. ഈ 5 ഗ്ലാസ്സിലും ഞാൻ വെള്ളം നിറച്ചിട്ടുണ്ട്. ഈ ഓരോ ഗ്ലാസ്സിലേക്കായിട്ട് മുറിച്ച് വെച്ച ഓരോ കളർ പേപ്പർ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ഗ്ലാസ്സിൽ നീല കളർ പേപ്പർ ഇട്ടു. ആ കളർ ഇളകി ആ ഗ്ലാസ്സിലെ വെള്ളം നീല കളറായി അല്ലേ. അടുത്തതിൽ റോസ് ഇട്ടു. ആ റോസ് പേപ്പറിലെ കളർ ഇളകി ആ ഗ്ലാസ്സിലെ വെള്ളം റോസ് കളറായിട്ടുണ്ട് അല്ലേ. അടുത്തത് പച്ചയാണ് ഇടുന്നത്. അപ്പോൾ ആ പച്ച കളർ ഇളകി ആ ഗ്ലാസ്സിലെ വെള്ളം ഏത് കളറായി? പച്ച കളറായി. അടുത്തത് ചുവപ്പ് കളറാണ് ഇട്ടത്. ചുവപ്പ് കളറിളകി ആ ഗ്ലാസ്സിലെ വെള്ളം എന്തായി? ചുവപ്പായി. അടുത്തത് വയലറ്റ് ഇട്ടു. വയലറ്റ് കളർ വരുന്നുണ്ടല്ലേ. ഇതിൽ നിന്നും വെള്ളത്തിൽ ഏത് കളറാണോ നമ്മൾ ചേർക്കുന്നത് ആ കളറിനനുസരിച്ച് വെള്ളം മാറും എന്ന് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ 5 തരം കളറുകൾ ആണിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. 5 തരത്തിലുള്ള കളർ വെള്ളങ്ങൾ അല്ലേ. ഇനി ഇതെല്ലാം മിക്സ് ചെയ്യുകയാണേ. എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. ഒരിക്കൽ കൂടി അതിനിടയിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഈ പരീക്ഷണങ്ങളെല്ലാം തന്നെ ഒരു ദിവസം ചെയ്യാനുള്ളതല്ല. നമുക്ക് സമയാനുസൃതമായി ഓരോരോ ദിവസങ്ങളിലായി ഒരൊറ്റ ശാസ്ത്ര പരീക്ഷണം മാത്രമേ നമ്മൾ കൊടുക്കാവൂ. പരമാവധി തീമിനോടനുബന്ധിച്ച് കൊടുക്കാൻ ശ്രമിക്കുക.
ഇനി അതല്ല തീമിനോട് അനുബന്ധിച്ചല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ശാസ്ത്ര അനുഭവങ്ങൾ എപ്പോഴും കുട്ടികൾക്ക് കൗതുകം വർദ്ധിപ്പിക്കുന്നതാണ്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യം. ഇനി നമുക്ക് ഈ വ്യത്യസ്തമായ കളറുകളിലുള്ള വെള്ളം ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയാലോ. നമ്മൾ പരീക്ഷണങ്ങൾ നടത്തുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചെറിയ ഗ്ലാസിൻ്റെ പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. ആദ്യം നീല കളറാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് റോസ് കളറാണ് ഞാൻ ഒഴിക്കുന്നത്. ഇപ്പം എന്തായി, നീലയ്ക്ക് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ടല്ലേ, വേറൊരു നീല കളറായിട്ടുണ്ടല്ലേ. ഇനി അതിലേക്ക് ഞാൻ പച്ചയും കൂടി ഒഴിച്ചു. വീണ്ടും ചുവപ്പ് ഒഴിച്ചു. വീണ്ടും വയലറ്റ് ഒഴിച്ചു. അപ്പം ഇതെന്തായി, കറുത്ത കളറായി അല്ലേ. ഇതിപ്പോൾ ഞാൻ ഒന്നിലധികം കളറുകൾ ഒരുമിച്ച് കലർത്തി. നിങ്ങൾ ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് ഇങ്ങനെ ചെയ്യണ്ട. ആദ്യം 2 കളറുകൾ തമ്മിൽ കലർത്തി കാണിച്ചു കൊടുക്കുക, പിന്നെ 3 കളറുകൾ തമ്മിൽ കലർത്തി കാണിച്ചു കൊടുക്കുക. അങ്ങനെ സമയമെടുത്ത് ഓരോ പരീക്ഷണങ്ങളും ചെയ്താൽ മതി. ഇനി അടുത്തതായി വീണ്ടും ഞാൻ വേറെ കളറുകൾ വേറൊരു പാത്രത്തിലേക്ക് മിക്സ് ചെയ്യണേ. പച്ച എടുത്തു, പിന്നെ റെഡാണ് എടുത്തത്, ചുവപ്പാണ് എടുത്തത്. ഇത് രണ്ടും കൂടെ കലർത്തിയപ്പോൾ എനിക്ക് കിട്ടിയത് നല്ല ഡാർക്ക് പച്ചയാണ് കേട്ടോ. നല്ല ഇതാ നോക്കിക്കോളി, നല്ല പച്ച കളറ് കണ്ടോ. കുട്ടികൾക്ക് വളരെയേറെ കൗതുകവും സന്തോഷവും ഒക്കെ ഉണ്ടാവും ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ. ഇങ്ങനെ വ്യത്യസ്തമായ അനുഭവങ്ങൾ ഒരുക്കി നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് പുതിയ പുതിയ അറിവുകൾ കൊടുക്കുകയും അവരെ പുതിയ പഠന അനുഭവങ്ങൾ നൽകി അറിവിൻ്റെ വ്യത്യസ്തമായ മേഖലകളിലേക്ക് അവരെ നയിക്കുകയും ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.